ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം തെറ്റാണ്. ലേണിംഗ് സ്റ്റൈൽ മനസ്സിലാക്കിയിട്ട് കുട്ടികളെ പഠിപ്പിക്കണം. മാർക്ക് മാത്രം നോക്കിയിരിക്കരുതെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞപ്പോൾ പലരും ചോദിച്ചു, അങ്ങനെയൊക്കെ ചെയ്താൽ എന്താ കാര്യം, അങ്ങനെയൊക്കെ ചെയ്താൽ എവിടെ എത്താനാണെന്നൊക്കെ. കേരള ഇന്നോവേഷൻ ഫെസ്റ്റിവലിന് പോയപ്പോൾ YIPയിൽ ഫസ്റ്റ് അടിച്ചിട്ട് 18 വയസ്സിൽ സ്വന്തമായിട്ടൊരു റോബോട്ടിനെ ഉണ്ടാക്കിയിട്ട് ഇൻഫോസിസിന്റെ ഫൗണ്ടർ വരെ വന്ന് മീറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിനെ ഞാൻ പരിചയപ്പെട്ടു. അവനായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി നമ്മളെല്ലാവരും മാതൃകയാക്കേണ്ട ഒരു ജീവിത രീതിയായിരുന്നു ആളുടെ. ആ ചെറുപ്പത്തിൽ തന്നെ, ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ കരിയർ എന്താവണമെന്ന് തീരുമാനിച്ച് അതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അവൻ. ഞാനിനി കൂടുതലൊന്നും പറഞ്ഞ് എക്സൈറ്റ് ചെയ്യിക്കുന്നില്ല, നമുക്ക് ഒന്ന് പോയിട്ട് ആളായിട്ട് സംസാരിച്ചു നോക്കാം. അന്ന് ഇന്നോവേഷൻ ഫെസ്റ്റിവലിൽ വെച്ചിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യണത്. അപ്പോൾ അന്ന് തന്നെ ദേവദത്ത് പറഞ്ഞായിരുന്നു, ഒരു 5th തൊട്ട് തന്നെ ഈ ടെക് കാര്യങ്ങളോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് മാറി ചിന്തിച്ചു തുടങ്ങിയത്. എൻ്റെ 5th എന്ന് വെച്ച് കഴിഞ്ഞാൽ പാടത്ത് കളിക്കാൻ പോവുക, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ടോയ്സ് ഒക്കെ അച്ഛൻ അമ്മ മേടിച്ച് വരുമ്പോൾ അത് തല്ലിപ്പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് നോക്കി അത് വെച്ചിട്ട് ഓരോന്നും ചെയ്യലായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് എങ്ങനെയാണ് വേറൊരു രീതിയിൽ അന്ന് തൊട്ട് തന്നെ ചിന്തിക്കാൻ പറ്റി തുടങ്ങി? ഞാനും ഇതുപോലെ തന്നെ ഫസ്റ്റ് ചെറിയ നമ്മുടെ വീട്ടില് റിമോട്ട് കൺട്രോൾ കാർസ് ഒക്കെ വാങ്ങിച്ചു തരുമല്ലോ, അതൊക്കെ തല്ലിപ്പൊട്ടിച്ച് അതിൽ നിന്ന് മിനി മോട്ടർ എടുക്കുക, അതിൽ നിന്ന് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക, അതൊക്കെയായിരുന്നു. പിന്നെ നമ്മുടെ M4Techന്റെ വീഡിയോസ് ഒക്കെ കാണുമായിരുന്നു, വീഡിയോസ് കാണുമായിരുന്നു. അതിൽ നിന്ന് ഓരോ സാധനങ്ങളും ബിൽഡ് ചെയ്യാൻ നോക്കും. പിന്നെ ശാസ്ത്രമേളാസ് ഒക്കെ ഇല്ലേ സ്കൂളിലെ, അതിലൊക്കെ പോകുമായിരുന്നു. അതിൽ നിന്ന് 5th 6th ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അത് എന്താണ് പറ്റിയത്? അത് നല്ല കാര്യം തന്നെ ഞാൻ പറയത്തുള്ളൂ, നന്നായി കിട്ടാതിരുന്നേ. അന്നൊക്കെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഞാനൊരു ഐഡിയ ഉണ്ടായിരിക്കും, അത് ഞാൻ ജസ്റ്റ് വീട്ടിൽ നിന്ന് ആരെങ്കിലും കൂട്ടി ഇപ്പോൾ ഒരു ഇലക്ട്രോണിക്സ് ഷോപ്പിൽ ചെന്ന് പറഞ്ഞു കൊടുക്കും അവരോട്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ശാസ്ത്രമേളയ്ക്ക് വേണ്ടി ബിൽഡ് ചെയ്യുന്നത്. എന്താ അവര് ബിൽഡ് ചെയ്ത് വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 5th 6th എനിക്ക് എവിടെ ഒന്നും കിട്ടിയില്ല. അന്നോട്ട് ഞാൻ തീരുമാനിച്ചു, ഇങ്ങനെ സംഭവം ചെയ്യത്തില്ല, ഇനി എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഞാൻ തന്നെ ബിൽഡ് ചെയ്ത് ചെയ്യുന്ന പരിപാടിയേ ഉള്ളൂ. വേറെ ആൾക്കാരുടെ സപ്പോർട്ടിന്, വേറെ ആൾക്കാർ ഉണ്ടാക്കിയ സാധനം എൻ്റെ എന്ന് പറഞ്ഞ് ഞാൻ ഒരിടത്തും കാണിക്കത്തില്ല എന്നൊരു അന്നോട്ട് ഒരു ഇത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ചെറുപ്പത്തിലെ ആ ഒരു ഡിസിഷൻ അതെന്ന് പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്കായാലും അല്ലെങ്കിൽ ഇത്തിരി മുതിർന്നവർക്കായാലും ഭയങ്കര ബുദ്ധിമുട്ടുള്ളവരാണ് ഒരു ഡിസിഷൻ എടുക്കാൻ. അപ്പൊ അന്ന് തന്നെ അങ്ങനെ തീരുമാനം എടുത്തത് തെറ്റായിന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെയാണോ പിന്നെ? അതെ തീർച്ചയായിട്ടും. കാരണം ലൈക്ക് അന്നെന്ന് പറയുമ്പം അത്രയും ചെറുപ്പത്തിലാണെങ്കിലും എനിക്ക് എന്തോ ഒരു ഐഡിയ കിട്ടി, നന്നായെന്ന് ഞാൻ പറയത്തുള്ളൂ. അന്ന് എനിക്ക് അതിലൊന്നും അവാർഡ്സ് ഒന്നും കിട്ടാൻ അല്ലെങ്കിൽ സമ്മാനം കിട്ടാഞ്ഞത്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടി, നമ്മൾ തന്നെ ബിൽഡ് ചെയ്ത് അത് വർക്കായാലും വർക്കായില്ലെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ലേണിംഗ് കിട്ടും അതിൽ നിന്ന്. ലൈക്ക് നമ്മൾ എന്താ ചെയ്തത്, എന്താ നമുക്ക് തെറ്റിപ്പോയെന്ന് ഒരു മനസ്സിലാവും. നമ്മൾ ടെസ്റ്റ് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക. അപ്പൊ ആ രീതിയിലായിരുന്നു ആ ഒരു 7th വരെ പോയത്. പിന്നെ എങ്ങനെയാണ് ഈ ഒരു കോഡിങ്ങിലേക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആ രീതിയിലേക്ക് മാറിയത് എപ്പോഴായിരുന്നു? അത് ആക്ച്വലി ഞാൻ ഫുള്ളി ടെക്കിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ 7th ആയപ്പോഴാണ്. 7th കോവിഡിന്റെ സ്റ്റാർട്ടിങ് ഒക്കെ, 7th പകുതി ആയപ്പം. ആ ടൈമിൽ ഞാൻ ഫസ്റ്റ് ഫുള്ളി ബാക്കി എല്ലാവരും പോലെ മൊബൈൽ ഗെയിംസിനൊക്കെ അഡിക്റ്റ് ആയെന്ന് വേണേൽ തന്നെ പറയാം, ചെറുതായിട്ട്. അപ്പം വീട്ടിലെ പേരൻസ് വിളിച്ചു, അച്ഛൻ പറഞ്ഞു ഇങ്ങനെ ഗെയിംസ് ഒന്നും കളിക്കണ്ട, ഇങ്ങനെ വേണ്ടെന്ന്. അപ്പം നേരെ ഞാൻ എന്തോ രീതിയിൽ ഇങ്ങോട്ട് ഡൈവേർട്ട് ആയിപ്പോയി, ലൈക്ക് ടെക് ഫീൽഡിലേക്ക്. എന്ത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നോക്കാൻ തുടങ്ങി. ലൈക്ക് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സ്ക്രാച്ചിൽ നിന്നാണ്. ഞങ്ങളുടെ അടുത്തുള്ള ഒരു ലൈബ്രറിയിൽ നിന്ന് ഇതിന് പ്രോഗ്രാമിങ്ങിന് ചെറിയ ബേസിക് ആയിട്ടുള്ള ലോജിക്കൽ ബിൽഡിങ്ങിനൊക്കെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഓൺലൈൻ ക്ലാസ്സസ് ആയിരുന്നു. സോ അങ്ങനെ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. അത് സ്ക്രാച്ച് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ആണ്. ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ബിൽഡ് ബ്ലോക്സ് ആണ്. അതിലെ പിള്ളേരുടെ ലോജിക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഇതിൽ അങ്ങനെയാണ് ഫസ്റ്റ്ലി കോഡിങ് എന്ന് പറഞ്ഞ ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ സാധാരണ ഈ പാരന്റ്സ് ഒക്കെ എന്താ ചെയ്യുന്നത്, ഇപ്പൊ ഗെയിം കളിച്ചു അല്ലെങ്കിൽ ഇപ്പൊ സ്ക്രീൻ നോക്കിയിരുന്നതിന് പിന്നെ അതിനെ കംപ്ലീറ്റ് മാറ്റിയിട്ട് നീ പുറത്ത് പോയി കളിക്കടാന്നൊക്കെയാ പറയാ. അപ്പൊ അന്ന് ദേവദത്തിന്റെ പാരന്റ്സ് ചെയ്തത് പകരം നീ കോഡിങ് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആ രീതിയിലേക്കാണ് ഡൈവേർട്ട് ചെയ്തത്. അപ്പൊ പാരന്റ്സ് പിന്നെ കംപ്ലീറ്റ് അത് സപ്പോർട്ടായിരുന്നോ? പിന്നെ അതിനുശേഷം സപ്പോർട്ടായിരുന്നു, ബട്ട് ഫുള്ളി എന്നോട് കമ്പ്യൂട്ടറിന് മുമ്പ് ഇരിക്കുക, കോഡിങ് ഡൈവേർട്ട് ചെയ്യാന്ന് അവർ പറയുമല്ലായിരുന്നു. ഞാനും കളിക്കാൻ പോയിരുന്നു ബാക്കിയുള്ള പിള്ളേരെ പോലെ. എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് അവിടെ, ഇപ്പോഴും അവരുടെ കൂടെ കളിക്കാൻ പോകാറുണ്ട്. ബട്ട് അന്നൊക്കെ കളിക്കാൻ പോകുമ്പോൾ തന്നെ ലേറ്റ് ആയിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് അതിലും അത്ര ഇതില്ല, ബട്ട് സ്റ്റിൽ കുഴപ്പമില്ലായിരുന്നു. ആൻഡ് ഡയറക്ട്ലി അവർ തന്നെ പ്രൊമോട്ട് ചെയ്യുമല്ലായിരുന്നു കോഡിങ്. ഞാൻ തന്നെ ജസ്റ്റ് ഇതുപോലെ യൂട്യൂബ് ഒക്കെ വീഡിയോസ് ഒക്കെ കണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് കമ്പ്യൂട്ടർ എല്ലാം നമുക്കുണ്ട്. കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ എന്റെ ഒരു പ്രായമുള്ള ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു, അമ്മയ്ക്ക് ഓഫീസിൽ നിന്ന് കിട്ടിയത്. അതാണ് എന്റെ ഫസ്റ്റ് മെഷീൻ. സൂപ്പർ ആയിട്ട് അത് 10th വരെ ഞാൻ അതിലാ ഫുൾ കാര്യങ്ങളും ചെയ്തത്. അത് കഴിഞ്ഞിട്ടായിരുന്നു അതിന് കംപ്ലൈന്റ് വന്നത്. ഞാൻ തന്നെ അതിന്റെ ഓരോ കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്തു. എനിക്കിപ്പോ എന്റെ ആ ഒരു 10th 8th ഒക്കെയാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. എനിക്കും ഈ കമ്പ്യൂട്ടറിനോട് ഒരു ക്രേസ് ആയിരുന്നു. അത് ഗെയിമിങ് മാത്രമല്ല, ഇതേപോലെ തന്നെ അതിലത്തെ ഓരോരോ കാര്യങ്ങൾ. അപ്പൊ എനിക്കായാലും ഒരു കമ്പ്യൂട്ടർ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് എനിക്കിതുപോലെ അച്ഛനൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ആ ഷോപ്പ് ഒന്ന് അടയ്ക്കേണ്ടി വന്നപ്പോൾ അവിടുത്തെ കമ്പ്യൂട്ടർ ആയിരുന്നു എനിക്കും ആ ഒരു കമ്പ്യൂട്ടർ വേൾഡിലേക്ക് മാറാനുള്ള ആ ഒരു ഇതായിരുന്നത്.
ഞാനും ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് കമ്പ്യൂട്ടർ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒരു ലെനോവയുടെ പഴയ പെന്റിയം പ്രൊസസ്സറുള്ള ഒരു ലാപ്ടോപ്പ് ആയിരുന്നു. അതിലായിരുന്നു ഞാൻ ഫുൾ കാര്യങ്ങളും പഠിച്ചത്, ബിൽഡ് ചെയ്തതൊക്കെ. ഇപ്പൊ ദേവദത്ത് പറഞ്ഞപ്പോ എനിക്ക് ആകെ ഒരു അത്ഭുതം തോന്നാണ്. ചെറിയൊരു കുട്ടിയായിരിക്കുമ്പോ തന്നെ പൈത്തണിലേക്ക് പോവുക, അത് ആ പൈത്തണിലത്തെ കാര്യങ്ങളിൽ ചെയ്യുക, എന്നിട്ട് അത് വെച്ചിട്ട് എന്തോ കാര്യങ്ങൾ കോഡ് ചെയ്യുക. അപ്പൊ എങ്ങനെയായിരുന്നു ഈ പൈത്തണിലേക്കുള്ള ഒരു എൻട്രി കിട്ടിയത്? അത് ലൈക്ക് പൈത്തൺ എന്ന് പറഞ്ഞ് എനിക്ക് അറിയത്തില്ലായിരുന്നു. ലൈക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ സംഭവം അറിയത്തില്ലായിരുന്നു. ഞാൻ ലൈക്ക് നമ്മുടെ എന്താണെന്ന് അറിയാണ്ടാണ് അതിലേക്ക് ഞാൻ ജസ്റ്റ് ലാപ്പിൽ ഓരോ സോഫ്റ്റ്വെയർസ് ഉണ്ടല്ലോ, അതെങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ ഒരു ഫസ്റ്റ് പ്രിൻസിപ്പിൾ തേടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സെർച്ച് ചെയ്തപ്പോഴാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെന്ന് മനസ്സിലായത്. അതിൽ എന്തോ കാരണത്താൽ എനിക്ക് പെട്ടെന്ന് ഇൻട്രസ്റ്റ് തോന്നിയത് പൈത്തണിലൊക്കെയാണ്. അപ്പൊ പൈത്തൺ വെച്ചാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പൈത്തൺ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാലും എല്ലാവരും ചെയ്യുന്ന പോലെ ബേസിക്സിൽ നല്ല ഞാൻ ഡയറക്ട്ലി പൈത്തൻ്റെ ഒരു ഇന്റർമീഡിയറ്റ് ലെവലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിന് ആർക്കും പ്രൊമോട്ട് ചെയ്യത്തുമില്ല അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം. ഡിഫിക്കൽട്ട് ആയിരുന്നു, ബട്ട് ചെയ്തു വന്നപ്പം എനിക്ക് കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് കിട്ടി. ലൈക്ക് ബേസിക്സിൽ എന്തിനൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്, അതെവിടെയൊക്കെ റിയൽ ലൈഫിൽ യൂസ് ചെയ്യണമെന്നൊക്കെ എനിക്ക് അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് മനസ്സിലായത് തന്നെ. ഞാനും ഈ ഒരു പൈത്തൺ നേടപ്പോ ക്യൂരിയസ് ആയതിന് കാരണം എൻ്റെ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഞാൻ PG എത്തിയപ്പോഴാണ് പൈത്തൺ, പക്ഷെ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുന്നത് ഞാനൊരു PG-യിലേക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയ കാര്യം ഒരു കുട്ടി പറയാണ് ഞാൻ ഇത്ര ചെറുപ്പത്തിൽ ഇതൊക്കെ ചെയ്ത് നോക്കി നോക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഹാപ്പിനെസ് ഫീലാണ് വരുന്നത്. അപ്പൊ ഈ പൈത്തണിൽ കോഡ് ചെയ്ത് തുടങ്ങിയപ്പോ പറഞ്ഞല്ലോ, അതായത് ബേസിക് കാര്യങ്ങളിൽ നിന്ന് മാറിയിട്ട് ഇന്റർമീഡിയറ്റ് ആയിരുന്നു എല്ലാം. അപ്പോൾ അതിൽ നിന്നാണ് ഇപ്പൊ ഞാൻ ഇന്നോവേഷൻ ഫെസ്റ്റിവലിന് ഒരു ജാർവിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു AI കമ്പാനിയൻ ആയിട്ടാണ് ദേവദത്തൻ. ഞാൻ വിചാരിച്ചത് ദേവദത്തിന്റെ പേരാണ് ജാർവിസ് എന്നായിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു ഇന്നോവേഷൻ ഫെസ്റ്റിവലിലേക്ക് ജാർവിസ് ആയിട്ട് അവിടെ എത്തിയത്? സോ അതൊരു ലോങ് ജേണിയാണ്. ലൈക്ക് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ജാർവിസിലൊന്നും അല്ല, ജസ്റ്റ് സാധാ റോബോട്ട്സ് ബിൽഡ് ചെയ്ത്, ലൈക്ക് കുഞ്ഞ് റോബോട്ട്സ്. ലൈക്ക് നമ്മുടെ ഫസ്റ്റ് തിങ് എന്ന് പറയുമ്പോൾ ഒരു ഹ്യൂമൻ ഫോളോയിങ് റോബോട്ടിനെ ബിൽഡ് ചെയ്തായിരുന്നു. അത് 7th 8th ആ കോവിഡ് ടൈമിലായിരുന്നു. 8ാം ക്ലാസ്സിൽ റോബോട്ട് ഉണ്ടാക്കി, റോബോട്ടിനുള്ള ഇൻട്രസ്റ്റ് തോന്നിയായിരുന്നു. സോ അതെന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മുടെ ഒരു മനുഷ്യനെ ഡിറ്റക്ട് ചെയ്യും മുമ്പിൽ അവരുടെ പുറകെ ഫോളോ ചെയ്യും. റോബോട്ടിക് കാർ പോലെയായിരുന്നു. അത് തന്നെ ഉണ്ടാക്കിയാണ്. ലൈക്ക് ഫുള്ളി സ്ക്രാച്ച് ചെയ്യുന്ന കുറേ ടയറസ് വന്നു, കുറേ മിസ്റ്റേക്സ് പറ്റി, 5-6 തവണ ബിൽഡ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ബിൽഡ് ചെയ്യുമായിരുന്നു. ആൻഡ് അത് ബിൽഡ് ചെയ്ത മെയിൻ സക്സസ് ആയപ്പോൾ എനിക്ക് പെട്ടെന്നൊരു സന്തോഷം ഉണ്ടായി. ലൈക്ക് ആദ്യമായിട്ട് കംപ്ലീറ്റ്ലി ഇത്രയും നല്ലൊരു സാധനം പ്രൊഡക്ഷൻ ലെവലായിട്ട് ബിൽഡ് ചെയ്ത് നമുക്കൊരു കാര്യം ചെയ്തിട്ട് അത് സക്സസ് ആകുമ്പോൾ കിട്ടണ ആ ഒരു സന്തോഷം നമുക്ക് വേറെ ഒന്നിനും കിട്ടത്തില്ല. അപ്പോ ദേവദത്തിന് ചെറുപ്പം എന്താ റോബോട്ടിക്സും പൈത്തണും ആയിരുന്നു, അതിന്റെ കൂടെയാണ് വളർന്നു വന്നിരുന്നത്. അതെ 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 തന്നെ ബിൽഡ് ചെയ്ത്. ലൈക്ക് അപ്പൊ തൊട്ടാണ് എനിക്ക് ആ ഫീല് മനസ്സിലായത്. നമ്മൾ തന്നെ ഒരു സാധനം ഉണ്ടാക്കിയത് ഫെയിൽ ആയാലും വർക്കായാലും നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും. അന്നൊട്ടാണ് ഞാൻ മറ്റേ പണ്ടത്തെ കാര്യം ഓർത്തത്. ലൈക്ക് 5th 6th ഒക്കെ പുറത്തു കൊടുത്ത് ചെയ്യിച്ചപ്പം എനിക്ക് ഇത് കിട്ടിയിട്ടില്ലായിരുന്നു. ബട്ട് ഇത് ഞാൻ ഒരെണ്ണം തന്നെ ചെയ്തപ്പം എനിക്ക് ഇത്ര ഒരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ഫുള്ളി അങ്ങനെയായിരുന്നു, തന്നെ ഓരോരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ബിൽഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഒരു ഹ്യൂമൻ ഫോളോയിങ് റോബോട്ടിൽ നിന്നാണ് ഹ്യൂമൻ കമ്പാനിയൻ എന്ന് പറയുന്ന ജാർവിസിലേക്ക് എത്തിയത്. അതെ 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 അതെ. ഇപ്പൊ ഞാനും ഇങ്ങനെ ചെറുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ തന്നെ ചെയ്ത് നോക്കാറുണ്ട്. പക്ഷെ അതൊന്നും ഒരു പ്രൊഡക്റ്റ് ലെവലിലേക്ക് മാറ്റാറില്ല. എന്റെ ക്രേസ് ആയിരുന്നു അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടണതൊക്കെ. അങ്ങനെ ഞാൻ സാപ്പിയൻസ് ബിൽഡ് ചെയ്തപ്പോ ഭയങ്കരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു, നീ എന്താ ചെയ്യുന്നേ, നിതിനെന്താ ചെയ്യുന്നേ, നിതിനെ പിള്ളേരെ പഠിപ്പിക്കാനാണോ പോകുന്നേ, അതോ നിനക്ക് ഇത്രയും പഠിച്ചതല്ലേ നീ, അപ്പൊ നിനക്ക് വേറെ ജോലിക്ക് പോയിക്കൂടെ എന്നൊക്കെ. അത് നമ്മളൊരു കാര്യം ബിൽഡ് ചെയ്യുമ്പോൾ നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്ന് വരുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമ്മൾ അത്രയും പ്രിയപ്പെട്ടവരാന്ന് വിചാരിക്കണവരാവും ഇങ്ങനെയൊക്കെ നമ്മളെ ചിലപ്പോൾ തളർത്തുന്ന തന്നെ ഉണ്ടാവുക. അപ്പൊ ഒരു ജാർവിസ് ബിൽഡ് ചെയ്തപ്പോ എന്തായിരുന്നു ദേവദത്തിന്റെ സറൗണ്ടിങ്സ് എന്നുള്ള റിയാക്ഷൻ? പോസിറ്റീവ് ആയിരുന്നോ? ഫുള്ളായിട്ട് പോസിറ്റീവ് ആയിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. ലൈക്ക് ഞാൻ ബിൽഡ് ചെയ്തപ്പോൾ ആർക്കും അങ്ങനെ അറിയത്തില്ലായിരുന്നു എനിക്ക് ഇത്രയും ബിൽഡ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. ലൈക്ക് എല്ലാവരും പറഞ്ഞു തന്നെ ഡിഗ്രി ഒക്കെ കഴിയുമ്പോൾ അവിടെ പഠിക്കും, അപ്പൊ ബിൽഡ് ചെയ്യാലോ എന്നൊക്കെയായിരുന്നു ഫസ്റ്റ് പറഞ്ഞു പോയത് തന്നെ. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്രൊഡക്ഷൻ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ജാർവിസിനെ വേർഷൻ ബിൽഡ് ചെയ്തപ്പോഴാണ് അവർക്ക് മനസ്സിലാവാൻ തുടങ്ങിയത് ഇങ്ങനെ ഒരു കാര്യം. ലൈക്ക് ഇതിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ 9th സ്കൂള് തുറന്നു. ലൈക്ക് കോവിഡ് കഴിഞ്ഞ് 9th ഹാഫ് ആയപ്പോൾ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് ജാർവിസ് എന്നുള്ളൊരു ഐഡിയ വന്നത്. മെയിനായിട്ട് ജാർവിസ് എന്നല്ല, നമ്മുടെ അലക്സ ഒക്കെ ഇല്ലേ, വോയിസ് അസിസ്റ്റൻസ്, അതുപോലത്തെ ഒരു സാധനം ഉണ്ടാക്കിയല്ലോ എന്ന് ചുമ്മാ ഒരു തോട്ട് വരുമായിരുന്നു. അപ്പൊ അന്ന് നെയിം അലക്സ എന്ന് തന്നെയായിരുന്നു. ജസ്റ്റ് അതുപോലെ ഒരു സംഭവം ഞാൻ ബിൽഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ചെറുതായിട്ട് ക്ലാസ് തുടങ്ങിയല്ലോ, ആൻഡ് പഠിത്തത്തിന്റെ കാര്യം മാറി ഫുള്ള് ഞാൻ ഇതിലേക്ക് ആയായിരുന്നു അപ്പൊ തൊട്ട്. സോ അപ്പോൾ ഒരു ടീച്ചർ ഇങ്ങനെ പിടിച്ചു, ഇതിലൊക്കെ ഇങ്ങനെയൊന്നും സംഭവം ചെയ്തുകൊണ്ട് നടന്നത് കാര്യമില്ല, പഠിച്ച് ഇതായിട്ട് ടീച്ചർ തളർത്തി അതുപോലെ. പക്ഷെ അന്ന് തൊട്ട് എനിക്കൊരു ഇത് വന്നു, ഞാൻ ഇങ്ങനെ ഒരു സംഭവം ബിൽഡ് ചെയ്തേ ഉള്ളെന്ന് മനസ്സിലായി. പിന്നെ അതിനെക്കുറിച്ച് പഠിത്തമായി റിസർച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു വരുമായിരുന്നു. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സറൗണ്ടിങ്സിന് അവരിപ്പോഴും എല്ലാത്തിനും ഒരു വില കൽപ്പിക്കുന്നില്ല. ചിലപ്പോൾ അവർക്ക് അറിയായിരിക്കും, അവർക്ക് തന്നെ തോന്നുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ടീച്ചറുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഒരിക്കലും ടീച്ചറിനെ ഒരു കുറ്റം പറയാനായിട്ട് പറ്റില്ല. കാരണം ടീച്ചർ വിചാരിക്കുന്നുണ്ടാവും ദേവദത്ത് ഇതിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഇതിലും എക്സ്പീരിയൻസ് കിട്ടും അല്ലെങ്കിൽ എക്സ്പോഷർ കിട്ടും എന്നൊക്കെ ആയിരിക്കും. പക്ഷേ
ഒരാള് നമ്മളെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഇത്തിരി വിഷമമാണ്, അത് ഒരു ഘട്ടത്തിലേക്ക് കടന്ന് കിട്ടാന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയായിരുന്നു ഈ ജാർവിസ് എന്നുള്ള പേരിട്ടത്? അത് ചുമ്മാ തമാശക്ക് ഇട്ട ഒരു പേര്, ഇപ്പൊ നേരത്തെ പറഞ്ഞു അലക്സ എന്നുള്ള പേര് ഇട്ടു, അതേപോലെ ഒരു കോപ്പിങ് ആയിരുന്നോ അതോ ഒരു ഒരു കോപ്പിംഗ് അല്ലായിരുന്നു, ഫുള്ളി ഇൻസ്പയർഡ് ആയിരുന്നു. ലൈക്ക് ഞാൻ പണ്ട് തൊട്ട് MCU ഫാനാണ്, മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ്. അതിൽ അയൺമാന്റെ സ്പൈഡർമാന്റെ ഒക്കെ ഫാനായിരുന്നു. സോ സ്പൈഡർമാന്റെ അയൺമാന്റെ തന്നെ ഒരു പേഴ്സണൽ AI കമ്പാനിയൻ AI ആണ് ജാർവിസ് എന്ന് പറഞ്ഞ്. സോ അതിനോട് ഭയങ്കര ഒരു ക്രേസ് ആയിരുന്നു എനിക്ക്. ലൈക്ക് അയൺമാന്റെ ജാർവിസ് എന്ന് പറയുമ്പോൾ അയൺമാന്റെ പേഴ്സണൽ ലൈഫുമായിട്ട് ഒരു എന്താ പറയാ പേഴ്സണാലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ദേവദത്ത അയൺമാനും ആണ് നമ്മുടെ ജാർവിസ് അയൺമാന്റെ ഒരു കമ്പാനിയനാണ്. ആ ഒരു ഇതിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് 10th പഠിക്കുമ്പോഴായിരുന്നു പ്രോപ്പർ ആയിട്ട് ജാർവിസ് എന്ന് പറഞ്ഞ പേരൊക്കെ ഞാൻ കൊടുത്ത് ബിൽഡ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പൊ ഫസ്റ്റ് വേർഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഞാൻ കുറച്ച് പ്രീഡിഫൈൻഡ് കാര്യങ്ങൾ എഴുതി കൊടുക്കും, അത് ചോദിച്ചാൽ അത് തന്നെ റെസ്പോണ്ട് ചെയ്യും. അങ്ങനെ ഒരു ടോക്കിംഗ് ടോം മോഡൽ ആ രീതിയിലായിരുന്നു ജാർവിസിനെ ബിൽഡ് ചെയ്തത്. അത് കഴിഞ്ഞ് ഇങ്ങനെ ഞാൻ സ്കൂളിലെ സയൻസ് ഫെയറിന് കൊണ്ടുപോയി. സ്കൂളിലപ്പോൾ എനിക്കായിരുന്നു ഫസ്റ്റ്, ബട്ട് അപ്പം എൻ്റെ ഒരു കെമിസ്ട്രി ടീച്ചർ എനിക്കൊരു റെക്കമെൻഡേഷൻ തന്നു. ലൈക്ക് അടിപൊളിയാണ്. അന്നാണ് ഞാൻ AI എന്താന്ന് അപ്പോഴാണ് മനസ്സിലാക്കി തുടങ്ങിയത്. ബിൽഡ് ചെയ്ത് വെച്ചു. ടീച്ചർ പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഇത്രയും കാര്യം, ഇതിപ്പോ നീ പ്രീഡിഫൈൻഡ് ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങളല്ല, ഇതല്ലാതെ എന്ത് ചോദിച്ചാലും പറയുന്ന രീതിയിൽ ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാനപ്പോൾ ഓർത്ത് ശരിയാണല്ലോ, കറക്റ്റ് അല്ലേ ചോദിച്ചേ, നമ്മൾ മനുഷ്യർ സംസാരിക്കുന്ന പോലെ എന്ത് ചോദിച്ചാലും ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിൽ ആക്കാൻ പറ്റുന്ന കാര്യം ഞാൻ തന്നെ കുറെ റിസർച്ച് ചെയ്തു. അപ്പോഴാണ് AI എന്ന് പറഞ്ഞൊരു സംഭവത്തെ കുറിച്ച്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കമ്പ്യൂട്ടേഴ്സിനെ തിങ്ക് ചെയ്ത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി വന്നത് 10th ആ ടൈമിലായിരുന്നു. ആൻഡ് ഫസ്റ്റ് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് കുറേ ഡേറ്റ കൊടുത്തു. ഞാൻ തന്നെ പ്രീഡിഫൈൻ ചെയ്ത് ഇഫ് പൈത്തണിൽ എഴുതി കൊടുത്തു. ബട്ട് എനിക്കത് പോരാൻ തോന്നി. എന്നാലും ഞാൻ തന്നെ ആ ഡേറ്റ കൊടുക്കുന്ന ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്നുള്ളത്. പിന്നെ ഞാൻ ഇങ്ങനെ റിസർച്ച് വന്നപ്പം എനിക്ക് വൂൾഫ്രം ആൽഫ എന്ന് പറഞ്ഞൊരു സൈറ്റ് കിട്ടി. ഞാൻ കണ്ടിട്ടുണ്ട്. അത് ബേസിക്കലി മാത്തമാറ്റിക്സ് പ്രോബ്ലംസിനുള്ള ഒരു റെസ്പോൺസ് ആണ്. അതിപ്പം അവരൊരു API പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് പൈത്തണിൽ API കോൾ ചെയ്തു. ആൻഡ് എനിക്ക് ആവശ്യമുള്ള സമയത്ത് ഞാൻ കൊടുത്തേക്കുന്ന ഡേറ്റ ഇല്ലെങ്കിൽ അത് ആ APIന്ന് അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കും, ഇന്ന ഇതിനുള്ള ആൻസർ ഉണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ അത് എൻ്റെ ഇതിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞു തരും. അങ്ങനെ രീതിയിലായിരുന്നു ഞാൻ ആക്കിയത്. ആൻഡ് അതിന്റെ കൂടെ തന്നെ വേറെ ഇല്ലെങ്കിൽ ഞാൻ ഗൂഗിളിനെ ജസ്റ്റ് ഒന്ന് സ്ക്രേപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം എഴുതി, ഒരു സ്ക്രാപ്പർ പോലെ ബിൽഡ് ചെയ്തു. അതും ഇതിലേക്ക് കോമ്പൈൻ ചെയ്തു. ലൈക്ക് ചോദിക്കുന്ന ചോദ്യം ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യും, ഫസ്റ്റ് റിസൾട്ടിനെ തിരിച്ച് നമുക്ക് സ്പീക്ക് ചെയ്ത് പറഞ്ഞു തരുന്ന രീതിയിലാക്കിയായിരുന്നു. ഓക്കെ. ഇപ്പൊ ഞാൻ ഇന്നാള് ദേവത്തിന്റെ ലിങ്ക്ഡിനിൽ കണ്ടു ക്രിസ് ഗോപാലകൃഷ്ണൻ സാറിന്റെ കൂടെയുള്ള ആ ഒരു ഇമേജ്. അപ്പോ സാറൊക്കെ ആയിട്ട് മീറ്റ് ചെയ്ത് അല്ലെങ്കിൽ സാറായിട്ട് സംസാരിച്ച് സാറിന് ഉറപ്പായിട്ടും സാർ ഇതിനെ കുറിച്ച്, നമ്മുടെ ജാർവിസിനെ കുറിച്ച് എന്തെങ്കിലും കമന്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്ത് തോന്നി ആ ഒരു മൊമെന്റ്? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. സാറ് പറഞ്ഞു യങ് ഇന്നോവേറ്റർ ആണല്ലോ, അടിപൊളിയാണ്, ബെസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു. സാറുമായിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് ഇന്ററാക്ഷൻസ് നടന്നായിരുന്നു. അത് ലൈക്ക് ഒരു മെമ്മറബിൾ മൂമെന്റ് തന്നെയാണ് അവിടെ. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല സാർ അങ്ങനെ അവിടെ ഉണ്ടായിരിക്കും, കാണാൻ പറ്റുമെന്നൊക്കെ. ഇപ്പൊ ഞാൻ ഇപ്പൊ ടെക്കിൽ എത്ര എക്സ്പീരിയൻസ് ആയി നിൽക്കണ്ടെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ ടെക്ക് യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞാലും, ഞാൻ ഈ ChatGPT ഇറങ്ങിയപ്പോഴൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല. കാരണം എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നോ. അല്ലെങ്കിൽ അതായത് ക്ലാസ്സിൽ ഫ്രണ്ട്സ് പറയും ഇന്ന് അതിൽ നോക്കിയിട്ട് എന്തോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി നോക്കാം. അപ്പോൾ ഐ തോട്ട് എന്തോ ഒരു ടൂൾ ഉണ്ട്, അപ്പൊ അത് വെച്ചിട്ട് നോക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ദേവദത്തിന് 10th തൊട്ട് തന്നെ ഇതിനെ അറിഞ്ഞിട്ടുണ്ട്, ആ രീതിയിൽ വർക്ക് ചെയ്ത് വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ തന്നെയായിരുന്നു. ലൈക്ക് ഞാൻ ജാർവിസിനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാനുള്ള ഓപ്ഷൻ തേടി പോയപ്പോഴാണ് കറക്റ്റ് ടൈമിൽ GPT ആദ്യമായിട്ട് റിലീസ് ചെയ്തത്. ആ മോഡൽ ഞാൻ ഇപ്പോൾ ഓർക്കുന്നത് ടെക്സ്റ്റ് ഡാവിഞ്ചി 003 എന്ന് പറഞ്ഞൊരു മോഡലായിരുന്നു അന്ന് അവർ റിലീസ് ചെയ്തത്. അത് ജസ്റ്റ് ടെക്സ്റ്റ് റെസ്പോൺസ് മാത്രം കുറച്ച് തരുന്നത്. അത് എനിക്ക് ഫസ്റ്റ് ബെറ്റ വേർഷൻ ആ ഒരു രീതിയിൽ കിട്ടിയായിരുന്നു. ആൻഡ് അതിൽ നിന്നായിരുന്നു ഞാൻ ഫസ്റ്റ് ഫുള്ളി AI വേൾഡിലേക്ക് അങ്ങ് മാറുന്നത്. എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതിന്റെ പിന്നിൽ നടക്കുന്നതെന്ന് ഞാൻ നോക്കി പോയി. ആൻഡ് ആ മോഡലിനെ തന്നെയായിരുന്നു ഞാൻ ആദ്യം ടൈമിൽ ജാർവിസിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലാകുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് ഡാറ്റ സെറ്റ് ഉണ്ട് അവർക്ക്. ആൻഡ് ഞാൻ ജസ്റ്റ് പ്രോംപ്റ്റിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും, എന്താണ് ഈ ജാർവിസിന്റെ യൂസ് കേസ്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ അത് നോക്കിയായിരിക്കും അപ്പം തിരിച്ച് GPT എന്നാണ് ഞാൻ റെസ്പോൺസ് എടുക്കുന്നത്. ലൈക്ക് ഞാൻ ഫസ്റ്റ് ഡിസ്ട്രിക്റ്റിലൊക്കെ പോയപ്പം, സയൻസ് ഫെയറിന്റെ കാര്യം പറയുന്നത്, ഡിസ്ട്രിക്റ്റിൽ പോയപ്പം ആ ടൈമിൽ ഞാൻ മുമ്പ് പറഞ്ഞ വൂൾഫ്രം ആൽഫ അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഡിസ്ട്രിക്റ്റിലും എനിക്ക് ഫസ്റ്റ് ആയിരുന്നു. അത് ഞാൻ സ്റ്റേറ്റിൽ പോയി. സ്റ്റേറ്റിലും വൂൾഫ്രം ആൽഫയും ഞാൻ ഗൂഗിളിന്റെ സ്ക്രൈപ്പറും ഇത് രണ്ടും വെച്ചാണ് പോയത്. അപ്പം സ്റ്റേറ്റിൽ 3rd ആയിരുന്നു അവിടെ വെച്ച് കിട്ടിയത്. സോ അത് കഴിഞ്ഞിട്ടാണ് സൗത്ത് ഇന്ത്യൻ ലെവലിലേക്ക് സെലക്ഷൻ കിട്ടിയായിരുന്നു. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ്. അപ്പോഴാണ് ഞാൻ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ചിന്തിച്ചപ്പം എങ്ങനെ GPT ഇതിലേക്ക് ആഡ് ചെയ്യാന്നുള്ള ഐഡിയ ഒക്കെ കിട്ടിയത്. അവർ API ആക്സസ് പ്രൊവൈഡ് ചെയ്തായിരുന്നു. ലൈക്ക് ഫസ്റ്റ് ടൈം $5 ക്രെഡിറ്റ്സ് എങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ആ ക്രെഡിറ്റ്സ് വെച്ച് ഞാൻ ഓരോ കാര്യങ്ങൾ ട്രൈ ചെയ്ത് കൊടുത്ത് ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയത്.
ഇപ്പൊ നമ്മൾ കംപ്ലീറ്റ്ലി അതിൽ നിന്നെല്ലാം മാറിയിട്ട് നമ്മുടേതായ ഒരു രീതിയിൽ മോഡലിനെ ട്രെയിൻ ചെയ്തു, അതാണ് ഇപ്പം കറന്റ് വർക്ക് ചെയ്യുന്നത്. ഇതിപ്പോ പറഞ്ഞല്ലോ, നമ്മൾ കുറെ കോമ്പറ്റീഷൻസിന് പോയി, നമ്മൾ കുറെ പ്രൈസ് വിൻ ചെയ്തു. എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ഇപ്പൊ കറന്റ് കിട്ടി നിൽക്കുന്നുണ്ട് ജാർവിസിനും ദേവദത്തിനും? അങ്ങനെ ചോദിച്ചാൽ കറക്റ്റ്ലി പറയുവാണെങ്കിൽ സയൻസ് ഫെയർസ് ഒക്കെ ഞാനിപ്പോ നോക്കുമ്പോ അത്ര വലിയ ഇതല്ല, ബട്ട് അന്ന് എനിക്കത് ഭയങ്കര സംഭവങ്ങളായിരുന്നു. ലൈക്ക് സ്റ്റേറ്റ് ആണെങ്കിലും ഡിസ്ട്രിക്ട് ആണെങ്കിലും ഭയങ്കര ഇതായിരുന്നു. ആൻഡ് ഞാൻ സൗത്ത് ഇന്ത്യൻ ലെവലിൽ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ YIP യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ എനിക്കായിരുന്നു നമ്മുടെ ഇവിടുന്ന് ഫസ്റ്റ് കിട്ടിയത്. അങ്ങനെയാണ് കേരള ഇന്നോവേഷൻ ഫെസ്റ്റിവൽ വന്നത്. അതാണ് ഇപ്പം കറന്റ് ഉള്ള എൻ്റെ ഒരു ഏറ്റവും ബെസ്റ്റ് ആൻഡ് ഹ്യൂജ് അച്ചീവ്മെന്റ് എന്ന് ഞാൻ പറയുന്നത്. പിന്നെ ഗൂഗിളിന്റെ ഡെവലപ്പർ ഗ്രൂപ്പ്സിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ നാസ സ്പേസ് ഹബ്സിന്റെ ഒരു ചലഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ ഹാക്കത്തോൺസിൽ പങ്കെടുത്തിട്ടുണ്ട്. ലൈസൻസ് പോലും എടുക്കാൻ പ്രായമായിട്ടില്ലാത്ത ആ ഒരു സ്റ്റുഡന്റ് ആള് ഈ എല്ലാ അച്ചീവ്മെന്റുകളും നേടി, എന്നിട്ട് ഇപ്പോഴും അതിനെ മൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ഇപ്പൊ പാരന്റ്സിന്റെയും ഫ്രണ്ട്സിന്റെയും ആ ടീച്ചേഴ്സിന്റെ ഒക്കെ അവരുടെ റിയാക്ഷൻ എങ്ങനെയാണ്? ഇപ്പൊ നേരെ മാറി, കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയി. ഞാൻ പറഞ്ഞ് അവരെ പാരന്റ്സിനെയായിരുന്നു ആദ്യം മെയിൻ ആയിട്ട് മാറ്റിയത്. അവർ ഈ സിസ്റ്റത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് അത്യാവശ്യം മാറ്റി, ലൈക്ക് എന്താണ് റിയൽ വേൾഡ് ആവശ്യമുള്ളത് നമുക്ക്, അങ്ങനത്തെ ഒരു ഐഡിയ ഫുള്ളി അവരിലേക്ക് ഞാൻ കംപ്ലീറ്റ്ലി എത്തിച്ച് ഒക്കെ ചെയ്തു. ആൻഡ് ഇപ്പൊ അവര് ഫുൾ സപ്പോർട്ടാണ്. അതെ അതെ. ഇപ്പം കോളേജിൽ പോകാതാണെങ്കിലും എന്ത് തന്നെ സ്റ്റാർട്ടപ്പ് കോളേജിൽ പോകണില്ല എന്ന് പറയുന്നില്ലല്ലോ, നമ്മളിപ്പോ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തതാണല്ലോ. ജോയിൻ ചെയ്തു. ഞാൻ ഇപ്പൊ ഓൺലൈൻ ആയിട്ട് അമിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് കോളേജിൽ പോകുന്നത് തന്നെയായിരുന്നു അവരും പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അതൊക്കെ മാറ്റി ഞാൻ സെറ്റ് ചെയ്തു. ഞാൻ തന്നെ സ്റ്റാർട്ടപ്പ് ആയിട്ട് നമ്മുടേതായ രീതിയിൽ മൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പോ ദേവദത്ത് ശരിക്ക് പോകുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ എഡ്യൂക്കേഷന്റെ ഒന്നാലെ നേരെ ഓപ്പോസിറ്റ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു പാത്തിലേ അല്ല എന്ന് പറയാം. അപ്പൊ അങ്ങനെ പോകുമ്പോഴും കുറെ സ്ട്രഗിൾസ് അവിടെ വരുന്നുണ്ടാവും. ചില ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യില്ല, ചിലർ അതിനെ എതിർക്കും. ചിലപ്പോൾ നമുക്ക് തന്നെ പലയിടത്തും നമ്മൾ തന്നെ സ്റ്റെക്ക് ആയി പോകും, അങ്ങനത്തെ പ്രശ്നം വരും. പക്ഷെ തോന്നുന്നു ഇനി അങ്ങനെയാണ് വേണ്ടതെന്ന്. കാരണം അങ്ങനെ പോയാലാണ് ഇനി നല്ലൊരു ഫ്യൂച്ചർ, നല്ലൊരു ജനറേഷൻ ഉണ്ടാവുള്ളൂ എന്ന്. അങ്ങനെ തന്നെയാണോ ദേവദത്ത് തോന്നിയത്? അതെ അതെ, എന്തായാലും. കാരണം കുറെ പേര് നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ലൈക്ക് അവരൊക്കെ നോക്കുമ്പോൾ എല്ലാവരും ഈ രീതിയിൽ പോകുന്നു, അപ്പം എല്ലാവരും വേറെ രീതിയിൽ പോകുന്നു. സോ നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. ബട്ട് അതൊന്നും അല്ല യാഥാർത്ഥ്യം. കറണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഇതാണ്. ആൻഡ് ഇപ്പം ആൾക്കാർ പഠിക്കുന്ന പല കാര്യങ്ങളും നാളെ ഒരു ജോലി ഇല്ല. ലൈക്ക് ഇപ്പം ഒരു 5 to 6 ഇയേഴ്സിനുള്ളിൽ ആ ജോലികളെ കാണത്തില്ല. സോ ദേ ആർ സ്റ്റഡിങ് ഫോർ സംതിങ് ദാറ്റ് ഡോണ്ട് ഈവൻ എക്സിസ്റ്റ് ഇൻ ദാറ്റ് 5-6 ഇയേഴ്സ്. അപ്പം അങ്ങനെ ഒരു സിലബസ് ആണ് നമ്മുടെ കറന്റ് സിസ്റ്റം. അപ്പം നിങ്ങളുടെ മോട്ടീവ് പറയുവാണെങ്കിൽ തന്നെ അത് തന്നെയാണ് എനിക്കും ഫീൽ ചെയ്തത്. ഞങ്ങൾ അതുകൊണ്ടാണ് ആ രീതിയിൽ ഞങ്ങളും വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. സാപ്പിയൻസിലായാലും നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ആ ഒരു കുട്ടികളുടെ ഇനീഷ്യൽ സ്ട്രഗിള്, ഇനീഷ്യൽ ഇഷ്യൂസ് മനസ്സിലാക്കിയിട്ട് അതിനെങ്ങനെ ഓവർകം ചെയ്യാം, എന്നിട്ട് എങ്ങനെ കറക്റ്റ് ആയിട്ട് പോവാന്നുള്ളത് നോക്കി അതിനെ ടെക് ആയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് അവൻ്റെ ഒരു ഫ്യൂച്ചറിനെ, അവൻ്റെ ഒരു പുതിയൊരു ജനറേഷൻ എങ്ങനെ സെറ്റ് ആക്കാന്നുള്ളത് നോക്കിയിട്ട് അതിനുള്ള വർക്കാണ് നമ്മൾ അതിലും ചെയ്യുന്നത്. അത് മേ ബി ടെക് റിലേറ്റഡ് ആവും, അല്ലാന്നുണ്ടെങ്കിൽ ഹ്യൂമൻ ഇന്റർവെൻഷൻ വരും, അല്ലാന്നുണ്ടെങ്കിൽ അവനെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അവളെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിക്കുക. ആ രീതിയിലാണ് ഞങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, നല്ല കാര്യം. ഇപ്പൊ ദേവദത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദേവദത്ത് ഈ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വന്നപ്പോൾ അവിടെ കുറെ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. കുറെ പേര് നമ്മളതിനെ പിന്തിരിപ്പിക്കാൻ നോക്കുക, നമ്മളതിനെ അഗെയിൻസ്റ്റ് പറയാൻ നോക്കുക. അത് നമ്മുടെ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്, അല്ലാതെ നമ്മുടെ മാത്രം കുഴപ്പമില്ല. കാരണം ഇപ്പോഴത്തെ സിസ്റ്റം എന്ന് പറയുന്നത് മാർക്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോബ് പൊസിഷനിലൊക്കെ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണ്. അതിന് പകരം ആ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന നോക്കണില്ല അവര്. അവർക്കെല്ലാം വേണ്ടത് കുറെ മാർക്ക്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് കുറെ രീതിയിൽ പഠിപ്പിക്കുക. ഇപ്പൊ എല്ലാവരും പറയും കുറെ മാർക്കാണ്. ഇപ്പൊ പല ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും നമുക്ക് പരസ്യങ്ങളിലും പല സ്കൂളിന്റെ പരസ്യത്തിൽ കാണാം വലിയ വിജയം എന്നൊക്കെ കാണാം. അപ്പൊ അവരെല്ലാവരും അവിടെ ചെയ്യുന്നത് എന്താണ്? ഒരേ രീതിയിൽ പഠിപ്പിക്കുക, ഒരേ മാർക്ക് മേടിക്കുക. പക്ഷെ എനിക്കത് തോന്നിയിട്ടുള്ളത് നമ്മൾ വ്യത്യസ്ത രീതിയിൽ അവരെ പഠിപ്പിക്കണം. കാരണം ഓരോരുത്തരും വ്യത്യസ്തരാണ്. ദേവദത്ത് ഒരു രീതിയിലാണ്, ഞാൻ വേറെ രീതിയിലാണ്. അങ്ങനെ വ്യത്യസ്ത രീതിയിൽ പഠിപ്പിച്ചിട്ട് ഒരേ മാർക്കിലേക്ക് എത്തിക്കാനായിട്ട് ചിലപ്പോൾ പറ്റുന്നതാണ് തോന്നുന്നത്. ദേവദത്തിന്റെ അഭിപ്രായം എന്താണ് ആ ഒരു കാര്യത്തില്? അതെ, എന്തായാലും അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഞാൻ പറയുവാണെങ്കിൽ ജസ്റ്റ് ബേസിക് ആണ്. എന്തായാലും അങ്ങനെ തന്നെ ആയിരിക്കും പഠിപ്പിക്കുന്നത്. കാരണം എല്ലാവരും യുണീക്ക് ആണ്, എല്ലാവരും സെയിം അല്ല, എല്ലാവർക്കും ഡിഫറൻസ്. അതെ, റൈറ്റ്. എല്ലാവർക്കും ഡിഫറൻസ് സ്കില്ലാണ്, കാര്യങ്ങളൊക്കെയാണ്. സോ അവിടുത്തെ ലേണിംഗ് പാറ്റേൺസും ഡിഫറെന്റ് ആയിരിക്കണം. എനിക്ക് കണ്ടാൽ കൂടുതൽ മനസ്സിലാവുമായിരിക്കും. ബട്ട് വേറൊരാൾക്ക് അങ്ങനെ അല്ലായിരിക്കും, നേരെ ഓപ്പോസിറ്റ്. അതെ, ഞങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ഒരു കുട്ടീനെ എടുക്കുമ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ചെയ്യുന്നത് ആ കുട്ടിയുടെ ഒരു ലേണിംഗ് സ്റ്റൈൽ അനാലിസിസ് ആണ്. ഞങ്ങൾക്ക് തന്നെ സാപ്പിയൻസ് പാത്ത് ഫൈൻഡർ എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട്. ആ ടൂൾ വെച്ചിട്ട് ആ ഒരു കുട്ടി ഒരു വിഷ്വൽ ലേണർ ആണോ, ഓഡിറ്ററി ലേണർ ആണോ, ഓർ കൈൻസ്തെറ്റിക് ലേണർ ആണോ എന്ന് നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ചാണ് പിന്നെ ആളുടെ ക്ലാസ് ഫുള്ള് ഞങ്ങൾ പ്ലാൻ ചെയ്യണത്. അത് വെച്ചിട്ടാണ് കൊടുക്കണത്. അപ്പൊ ദേവദത്ത് പറഞ്ഞ പോലെ തന്നെ
അവൻ ചിലപ്പോൾ പഠിക്കാത്തത് അല്ലെങ്കിൽ അവന് മാർക്ക് കുറയണത് അവൻ്റെ ആ സിസ്റ്റത്തിൻ്റെ ആയിരിക്കും, അവൻ്റെ ആ പഠിക്കുന്ന രീതിയുടെ ആയിരിക്കും. അത് മാറ്റിയിട്ട് അവന് പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ കുട്ടിക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് മര്യാദയ്ക്ക് തന്നെ ഉയർന്നു പോകാനായിട്ട് പറ്റും. കറക്റ്റ്. എന്തായാലും ഇപ്പൊ ദേവദത്ത് പറഞ്ഞതൊരു കറക്റ്റ് കാര്യമാണ്. അതായത് ഒരു കുട്ടിയുടെ ലേണിംഗ് സ്റ്റൈൽ മനസ്സിലാക്കിയിട്ട് വേണം ആ കുട്ടീനെ പഠിപ്പിക്കാൻ. ഞങ്ങളുടെ ഒരു ഇനീഷ്യൽ പ്രോസസ്സ് എന്ന് പറയുന്നത്, ഒരു കുട്ടി ഞങ്ങളുടെ ആ ഒരു സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഫസ്റ്റ് നോക്കുക അവന്റെ ലേണിംഗ് സ്റ്റൈലാണ്. ഒരു സാപ്പിയൻസ് പാത്ത് ഫൈൻഡർ എന്നൊരു ടൂൾ ഞങ്ങൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഓൺ ബിൽഡിംഗ് ആണ് അത്. അത് വെച്ചിട്ട് ആളൊരു വിഷ്വൽ ലേണർ ആണോ, ഒരു ഓഡിറ്ററി ലേണർ ആണോ, ഒരു കൈനസ്തെറ്റിക് ലേണർ ആണോ എന്ന് നോക്കിയിട്ട് അത് ഏത് ലേണറാന്ന് മനസ്സിലാക്കി പിന്നെ അത് വെച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ആ രീതിയിലാണ് പഠിപ്പിക്കുന്നത്. ചിലപ്പോ ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റാത്തത് അവനെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അവളെ പഠിപ്പിക്കുന്ന രീതിയുടെ ആയിരിക്കും. അപ്പൊ ആ രീതിയിൽ ചേഞ്ച് ചെയ്തിട്ട് ആ കുട്ടിക്ക് പറ്റണ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് പതുക്കെ ഉയർന്നു പോകാനായിട്ട് പറ്റും. അതെന്തായാലും അടിപൊളിയാണ്. ലൈക്ക് അങ്ങനെ ആയിരിക്കണം ബേസിക് സാധനങ്ങള്. ലൈക്ക് അവരെന്ത് ടൈപ്പ് ലേണേഴ്സ് ആണെന്ന് മനസ്സിലാക്കുന്നതാണ് ഒരു ബേസിക് ടീച്ചിങ് സ്റ്റൈല്. എന്നിട്ടാണ് നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതുപോലെ വേറെ എന്തൊക്കെയാ പ്രൊവൈഡ് ചെയ്യുന്നത്? ഞങ്ങൾ ആക്ച്വലി ഞങ്ങളിപ്പോ ഒരു ബൾക്ക് ഓഫ് AI വിത്തൗട്ട് AI ആൻഡ് വിത്ത് AI ടൂൾസ് ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ എന്റെ ടീമിനോട് പറഞ്ഞിട്ടുള്ളത്, ഒരു സ്റ്റുഡന്റിന് എവിടെ സ്ട്രഗിൾ വരണോ ആ സ്ട്രഗിളിന് സൊല്യൂഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് ബിൽഡ് ചെയ്യണമെന്നാണ്. ഇപ്പോഴത്തെ ടെക് വെച്ചിട്ട് അത് ബിൽഡ് ചെയ്യാൻ സിമ്പിൾ ആണ്. ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാനിപ്പോ ഒരു കുട്ടീനെ പരിചയപ്പെട്ടപ്പോ അവന് ഇംഗ്ലീഷ് സ്റ്റാൻസാസ് പോർഷൻസ് വായിക്കാനായിട്ട് ഭയങ്കര മടി, വായിക്കാനുള്ള മടി, അവന് റീഡിങ് ഇഷ്ടമല്ല. സോ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗെയിമിഫിക്കേഷൻ ടൂൾ ഉണ്ടാക്കി. അതായത് ആ കുട്ടിയുടെ ക്ലാസ്സും സബ്ജക്റ്റും പിന്നെ ആ ഒരു പർട്ടിക്കുലർ പോർഷൻ, അത് സയൻസ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ടൂള് ഒരു 10 ഗെയിം ഉണ്ടാക്കിയിട്ട് ആ കുട്ടിക്ക് കൊടുക്കും. കുട്ടിക്ക് അതേ ഗെയിം കളിക്കാം. ക്വിസ് ഉണ്ട്, അതിലല്ലാത്ത മാച്ച് ദ ഫോളോയിങ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റോറി പോലെയായിട്ട് സ്റ്റോറി ഇങ്ങനെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്. ഗെയിം കളിക്കുന്നത് വെറുതെ ഒന്നല്ല, അവന് പോയിന്റ് കിട്ടും, അവന് റാങ്ക് കിട്ടും, സാപ്പിയൻസിന്റെ റാങ്കുകൾ കിട്ടും, സാപ്പിയൻസിന്റെ പോയിന്റ് കിട്ടും, സാപ്പിയൻസിന്റെ ഗിഫ്റ്റും കിട്ടും. സോ അവന് അവിടെ കോൺഫിഡൻസ് അവന് കൂടുകയാണ്, അവനിൽ തന്നെയുള്ള വിശ്വാസം കൂടുകയാണ്, അങ്ങനെ അവന് ഉയർന്നു വരികയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോ അതല്ലാത്ത ഞങ്ങളുടെ ഒരു വേറൊരു ടൂൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞങ്ങൾ കംപ്ലീറ്റ് ലേണിംഗ് മെറ്റീരിയൽസ് യൂണീക്ക് ആയിട്ടാണ് കൊടുക്കുന്നത്. അതായത് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു 2000 കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ 2000 കുട്ടിക്ക് 2000 മെറ്റീരിയൽ ആവും. ഞങ്ങൾ തന്നെ ഒരു AI ട്രെയിൻ ചെയ്ത് വെച്ചൊക്കെയാണ് ആ ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ആ പോർഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വേണ്ട മെറ്റീരിയൽ എടുത്തിട്ട് അതാണ് ഞങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. കാരണം പരീക്ഷയ്ക്ക് പഠിക്കേണ്ട രീതി വേറെയാണ്, അതല്ലാതെ പോർഷൻ മനസ്സിലാക്കാൻ പഠിക്കേണ്ട രീതി വേറെയാണ്. ചില കുട്ടികൾ അവരിൽ റിയൽ ലൈഫിൽ അവർ ലിങ്ക് ചെയ്തിട്ടായിരിക്കും പഠിക്കുക. അപ്പൊ അവർക്ക് വേണ്ട പോർഷൻ വേറെയാണ്. ഇവർക്ക് ഒരു ഗൈഡ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടോ വേണ്ട, ഒരു ടീച്ചറുടെ നോട്ട് അത് കൊടുത്തിട്ടോ കാര്യമില്ല. അവരെ നമ്മൾ നോക്കണം, അവരെ അനലൈസ് ചെയ്യണം, അതിനുള്ള സൊല്യൂഷൻ കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ രീതിയിൽ തന്നെ കയറി പോകാൻ. അപ്പൊ ഒരു യങ് ഏജിൽ തന്നെ ദേവദത്ത് ഇപ്പോ ശരിക്കൊരു സ്റ്റുഡന്റിന് എത്തിപ്പറ്റാൻ പെടാത്ത സ്ഥലമൊന്നുമല്ല. കാരണം നമ്മൾ വിചാരിച്ചാൽ നമുക്ക് എന്തും പറ്റും. പക്ഷെ അതിനേക്കാൾ ഒരു ലെവലിൽ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ വെച്ച് നോക്കുമ്പോൾ എത്തി നിൽക്കുന്നുണ്ട്. ഇനി എന്താണ് ദേവദത്തിന്റെ ഫ്യൂച്ചർ പ്ലാൻസ്? ഇനി ലൈക്ക് ഫുള്ളി ഞാൻ ഇപ്പൊ പറയുന്നില്ല, അത് ഞാൻ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു തവണ കൂടെ ഇങ്ങനെ മീറ്റ് ചെയ്യാം. സോ മെയിൻലി പറയുകയാണെങ്കിൽ ജാവസിന്റെ തന്നെ നെക്സ്റ്റ് വേർഷൻസ് വരുന്നുണ്ട്. ആൻഡ് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതിന് മുന്നോടിയായിട്ട് കുറച്ച് മൈക്രോ സർവീസ് ആയിട്ട് കുറെ ടൂൾസ് ബിൽഡ് ചെയ്തു. ആൻഡ് ഇതിനൊക്കെ കൂടെയാണ് ഒരു മെയിൻ ആയിട്ട് ഒരു ഗോൾ വെച്ചിട്ടുണ്ട്. അത് അച്ചീവ് ചെയ്യാനാണ് എന്തായാലും പ്ലാൻ. ജാർവിസിന്റെയും ആ ദേവദത്തിന്റെ ഒരു ജേണി അത് അതിന്റെ പീക്കിലേക്ക് തന്നെ എത്തട്ടെ. ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റിയോട് എന്തെങ്കിലും ഒരു മെസ്സേജ് പാസ് ചെയ്യാനായിട്ടുണ്ടോ? എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പറ്റും. ഇത്ര പാടൊന്നുമല്ല. ജസ്റ്റ് നമ്മൾ റെഗുലർ എല്ലാവരും പോകുന്ന പാത്തിൽ ഫോളോ ചെയ്യാതെ നമ്മുടെ സ്കില്ല് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ അപ്സ്കിൽ ചെയ്യാനുള്ള വേ നോക്കുക. നമ്മുടെ ഒരു സ്കില്ലുണ്ടെങ്കിൽ അതിൽ തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യുക, ആ രീതിക്ക് പഠിക്കുക. ആൻഡ് ആ മെയിനായിട്ട് നമ്മുടെ പാഷൻ ആൻഡ് ആ സ്കില്ലിനെ ഫോളോ ചെയ്ത് നമ്മൾ തന്നെ അപ്സ്കിൽ ചെയ്ത് പറ്റുക. അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ആൻഡ് അപ്പൊ നമ്മൾ ഇത്രയും നേരം ഇരുന്ന് കേട്ടതാണ് ജാർവിസിന്റെയും ദേവദത്തിന്റെയും സ്റ്റോറി. ആ കേരള ഇന്നോവേഷൻ ഫെസ്റ്റിവലിൽ കണ്ടപ്പോൾ തന്നെ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ ആ ഒരു ഏജിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഈ രീതിയിൽ ചെയ്യണം എന്നുള്ളത്. അതാണ് ഞാൻ നേരിട്ട് കണ്ടനുഭവിച്ചത്. അപ്പൊ അത് ഇനിയും തുടരാനായിട്ട് പറ്റട്ടെ, ഇനിയും വലിയ വലിയ ഉയരങ്ങളിൽ എത്തട്ടെ. അങ്ങനെ ഇപ്പോഴത്തെ ഒരു ബ്രോക്കൺ സിസ്റ്റത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും കാണിക്കാനും പറ്റട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു.